ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലുള്ള 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ ആണ്. അതെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾഡ് അറ്റ് B, AB ഈക്വൽ ടു 24 സെന്റിമീറ്റർ, BC ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ഡിറ്റർമൈൻ ദ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ എ കോസ് എ കണ്ടുപിടിക്കുക. അതുപോലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ സി കോസ് സി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് ഇൻ ട്രയാങ്കിൾ ABC, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ പേര് ABC ആണ്. അത് എങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്? ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് എന്ന് വെച്ചാൽ ഒരു ആംഗിള് 90 ഡിഗ്രി. ആ 90 ഡിഗ്രി ഏത് ആംഗിളിനാണ്? ബിക്ക്. റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എന്ന് വെച്ചാൽ ബി വന്നിട്ട് 90 ഡിഗ്രി ആംഗിൾ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണല്ലോ 90 ഡിഗ്രി. ഈ പെർപെൻഡിക്കുലർ സൈഡാണ് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി വരുന്നത് എവിടെയായിരിക്കണം? ബിയിലായിരിക്കണം. അപ്പൊ ഇവിടെ ബി എന്ന് കൊടുക്കാം. ബാക്കിയുള്ളിടത്ത് നമുക്ക് എയും സിയും കൊടുക്കാം. അപ്പൊ ABC എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയി കഴിഞ്ഞു. അതിൽ BCയുടെ വാല്യൂ എത്രയാണ്? മെഷർമെന്റ് 7 സെന്റിമീറ്റർ. BC ഇവിടെ 7 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് എന്താണ്? AB എത്രയാണ്? 24 സെന്റിമീറ്റർ. AB എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് 24 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ വരച്ചു, മെഷർമെന്റ് എല്ലാം കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എയും കോസ് എയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ സൈൻ എ, സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. കോസ് എ, കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ രണ്ട് മെഷർമെന്റ് റേഷ്യോയിലും എന്തുണ്ട്? ഹൈപ്പോട്ടേനസ് ഉണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് ആരാണ്? ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വലിയ സൈഡാണ് ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത്. AC ഈസ് ദ ഹൈപ്പോട്ടേനസ്. അതിവിടെ ഇല്ല, നമുക്ക് അതിന്റെ അളവ് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ ബേസും ആൾട്ടിറ്റ്യൂഡും വെച്ച് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കാം. അപ്പൊ പൈതഗോറസ് തിയറം എന്താണ് പറയണത്? ഹൈപ്പോട്ടേനസ് സ്ക്വയർ. ഹൈപ്പോട്ടേനസ് ആരാണ്? AC സ്ക്വയർ. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് AC സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ BC സ്ക്വയർ. ഈ ട്രയാങ്കിളിന്റെ ബേസ് ആരാണ്? താഴെയുള്ള ഇതാണ് BC സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ആരാണ്? ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. ഈ പെർപെൻഡിക്കുലർ സൈഡാണ് ആൾട്ടിറ്റ്യൂഡ്. അത് വന്നിട്ട് AB ആണ്, AB സ്ക്വയർ. ഇതാണ് നമ്മൾ ഹൈപ്പോട്ടേനസ് കണ്ടുപിടിക്കേണ്ട പൈതഗോറസ് ഇക്വേഷൻ. AC സ്ക്വയർ ഇസിക്കൽ ടു BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. അതായത് ഹൈപ്പോട്ടേനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടായി മാറും. ഓക്കെ, സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോയാൽ റൂട്ടായി മാറും. AC ഇസിക്കൽ ടു BC സ്ക്വയർ. BCയുടെ അളവ് എത്രയാണ്? 7. അപ്പൊ 7 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. AB എത്രയാണ്? 24. അപ്പം AC ഈക്വൽ ടു 7ന്റെ സ്ക്വയർ 49 ആണ്, പ്ലസ് 24ന്റെ സ്ക്വയർ നമുക്ക് കാണാം. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. 24 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? 24 × 24. 4 × 4 16, ബാലൻസ് ഉണ്ട്. 4 × 2 8, 8 + 1 9, 2 × 4 8, 2 × 2 4, 6, 9 + 8 17, ബാലൻസ് 1, 4 + 1 5. 576 ആണ് നമുക്ക് കിട്ടുന്നത്. ആ 576ന്റെ കൂടെ ഒരു 49 കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 + 6 15, ബാലൻസ് 1, 7 + 1 8, 8 + 4 12, ബാലൻസ് 1, 5 + 1 6. അപ്പൊ AC എന്ന് പറയുന്നത് റൂട്ട് 625. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 25 ആണ്. പക്ഷെ അറിഞ്ഞുകൂടാ, 25ന്റെ സ്ക്വയർ ആണ് 625 എന്ന് അറിയില്ല. ഇതിന്റെ റൂട്ട് എത്ര എന്ന് അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. 625 അല്ലേ? ഇതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്പർ നമുക്ക് 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 5 ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് 6ൽ എത്ര വട്ടം? 5ന്റെ ടേബിൾ ഒരു വട്ടം അല്ലേ? 625നെ നമ്മൾ 5 കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്താലും മതി. 5ന്റെ ടേബിൾ ഒരു വട്ടം, ബാക്കി 1 2, 2 × 5 10, 2 × 5 10, ബാലൻസ് 2 5,
5 into 5 25. അപ്പോൾ 125 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീണ്ടും അത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12ൽ 5ൻ്റെ ടേബിൾ 2 ടൈംസ് 2 into 5 10 കിട്ടും. ബാക്കി 2 ഇവിടെ 5. 25ൽ 5ൻ്റെ ടേബിൾ 5 ടൈംസ് അല്ലേ, 5 into 5 25, ബാലൻസ് 0. അപ്പോൾ 25 ഇവിടെ കിട്ടി. ഇനി എന്താണ്, ഇനി നമുക്ക് വീണ്ടും 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. 5 ടൈംസ് വീണ്ടും നമുക്ക് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 അല്ലേ, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള നമ്പറുകളുടെ റൂട്ട് അറിയില്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരുപോലെയുള്ള നമ്പറിനെ പെയർ ആയിട്ട് എടുക്കുക. രണ്ട് നമ്പറിനെ പെയർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 2 5 ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. ഇവിടെ 2 5 ഉണ്ട്, അതിൽ നിന്ന് ഒരു 5 എടുക്കുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 into 5 എത്രയാണ്, 25. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ റൂട്ട് കിട്ടും. അപ്പോൾ 625ൻ്റെ റൂട്ട് എത്രയാണ്, 25. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റൂട്ട് കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈസി ആയിരിക്കും. ഫസ്റ്റത്തെ ഒന്നാമത്തെ ആൻസർ സൈൻ എ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സൈൻ എ, സൈൻ എന്ന് വെച്ചാൽ എന്താണ്, സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അല്ലേ ഹൈപ്പോട്ടേനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് സൈനിന്റെ ഡെഫിനിഷൻ. അതിൽ ആരുടെ ഓപ്പോസിറ്റ് എടുക്കണം, എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. എ എന്ന് പറയുന്ന ആംഗിൾ ഇതായിരിക്കുന്നു. ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഇതായത്, നേരെ എതിരെ കിടക്കുന്ന ഈ ബി സി ആണ് എയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആരായി, ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സൈഡ് ആവുന്ന ഇത്, അല്ലെങ്കിൽ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. എ സി ആണ് ഹൈപ്പോട്ടേനസ്. ബി സിയുടെ അളവ് 7, ഹൈപ്പോട്ടേനസ് വന്നിട്ട് 25. അപ്പൊ സൈൻ എയുടെ റേഷ്യോ കിട്ടിയാൽ മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് കോസ് എയുടെ റേഷ്യോ കണ്ടുപിടിക്കാം. കോസ് എ ഇസ് ഈക്വൽ ടു, കോസിന്റെ ഡെഫിനിഷൻ എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എയുടേതാണ്, എയുടെ അഡ്ജസന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, അടുത്തുകൂടെ ചേർന്ന് കിടക്കുന്ന സൈഡ്. ഇത് ഹൈപ്പോട്ടേനസ് ആണ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്താണ്, എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് എച്ച്. അല്ല, ഹൈപ്പോട്ടേനസ് എന്താണ്, എ സി. ഇപ്പൊ എ ബി ബൈ എ സി ആണ് കോസിന്റെ റേഷ്യോ. എ ബിയുടെ അളവ് എത്രയാണ്, എ ബിയുടെ അളവ് 24. ഹൈപ്പോട്ടേനസ് എ സിയുടെ അളവ് 25. അപ്പൊ അതും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസി അല്ലേ, എളുപ്പം കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഡെഫിനിഷൻ അറിഞ്ഞാൽ മതിയോ, സൈൻ എന്ന് വെച്ചാൽ എന്തോന്നാണ്, കോസ് എന്ന് വെച്ചാൽ എന്തോന്നാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞാൽ സൈൻ സി ആണ്. സൈൻ സി, സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടേനസ്. സി എന്ന് പറയുന്നത് ദാ കിടക്കണം, ഈ ആംഗിൾ ആണ് സി ആംഗിൾ. അപ്പൊ ഈ സി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഏതാണ്, എ ബി. അപ്പൊ എ ബി ബൈ ഹൈപ്പോട്ടേനസ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ എ സി ആണ്. ഇസിക്കൽ ടു എ ബിയുടെ അളവ് എത്രയാണ്, 24 ബൈ എ സിയുടെ അളവ് എത്രയാണ്, 25. ഓക്കെ, അപ്പൊ സൈൻ സി കിട്ടി. നമുക്ക് കോസ് സിയും കൂടെ കണ്ടുപിടിക്കാം. കോസ് സി എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ആരുടെ അഡ്ജസന്റ്, ഈ സി എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ്. സി എന്ന് പറയുന്ന ആംഗിൾ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ്, ഇതാണ് അതിന്റെ അഡ്ജസന്റ്. ആ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന ഈ സൈഡിനാണ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ സിയുടെ അഡ്ജസന്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ് എ സി. ബി സിയുടെ അളവ് എത്രയാണ്, 7. എ സിയുടെ അളവ് വന്നിട്ട് 25. ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. നിങ്ങൾക്ക് ഈ സൈൻ റേഷ്യോ, ഇത് കോസ് റേഷ്യോ അറിയാമെങ്കിൽ ആ ട്രയാങ്കിൾ വരയ്ക്കുക, ചെയ്യുക. ട്രയാങ്കിൾ ഏതെങ്കിലും 2 സൈഡേ തരുള്ളൂ, ഒന്നുകിൽ ഹൈപ്പോട്ടേനസ് തരത്തില്ല, അല്ലെങ്കിൽ ബേസ് തരത്തില്ല. എന്ത് തന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. 3 സൈഡ് കിട്ടിയ ശേഷം നമുക്ക് സൈൻ്റെ റേഷ്യോ എഴുതി അതിന്റെ റേഷ്യോ ഒന്ന് എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് എക്സസൈസ് 8.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 8.1
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് പി ക്യു ആർ. അതിൽ പി ക്യൂവിന്റെ ലെങ്ത് 12 സെന്റിമീറ്റർ, പി ആറിന്റെ ലെങ്ത് 30 സെന്റിമീറ്റർ. ഫൈൻഡ് ടാൻ പി മൈനസ് കോട്ട് ആർ. അതായത് പി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ടാൻ റേഷ്യോയും മൈനസ് ആർ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ കോട്ട് റേഷ്യോയും മൈനസ് ചെയ്യണം. എത്രന്ന് വെച്ചാൽ മൈനസ് ചെയ്യണം. നമുക്കറിയാം ടാന്റെ ഡെഫിനിഷൻ എന്താണ്? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഇവിടെ ആരാണ് കണ്ടുപിടിക്കേണ്ടത്? ടാൻ പി ആണ് കണ്ടുപിടിക്കുന്നത്. പി എന്ന് പറയുന്നത് ഇതാണ്. ടാന്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അപ്പൊ പിയുടെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ക്യു ആർ ഡിവൈഡഡ് ബൈ പിയുടെ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് പി ക്യു. അപ്പൊ ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് പി ക്യു, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ക്യു ആർ. അപ്പൊ നമുക്ക് അഡ്ജസന്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്ടനസ് ഉണ്ട്. പക്ഷെ ഈ ഓപ്പോസിറ്റ് സൈഡ് ആവുന്ന ക്യു ആർ ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ സൈഡിന്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്ത്? ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. സോ വി ക്യാൻ അപ്ലൈ ദ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അനുസരിച്ച് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ബേസ് ആണ് ഇല്ലാത്തത്. അപ്പൊ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബേസ് സ്ക്വയർ ഇസിക്കൽ ടു, ബേസ് സ്ക്വയർ അറിയണമെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ ചെയ്യുന്ന ഈ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ, ഹൈപ്പോട്ടനസ് ആരാണ്? പി ആർ. പി ആർ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ആരാണ്? പി ക്യു. പി ക്യു സ്ക്വയർ. ഓക്കെ. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ബേസ് സ്ക്വയറിന്റെ ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഈ സ്ക്വയർ റൂട്ടായി മാറി. therefore QR is equal to റൂട്ട് പി ആർ ആരാണ്? പി ആറിന്റെ ലെങ്ത് എത്രയാണ്? 13. പി ആറിന്റെ ലെങ്ത് 13. 13 സ്ക്വയർ മൈനസ് പി ക്യു. പി ക്യു ആരാണ്? 12. 12ന്റെ സ്ക്വയർ. ഇവിടെ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് ആൻസർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ അതേ ഫോർമാറ്റിൽ ഇതിരിക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റിലാണ് ഇതിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ഇവിടെ എഴുതാം. അപ്പൊ എ ആരാണ്? ഈ 13 ആണ് ഇവിടുത്തെ എ. ബി വന്നിട്ട് 12 ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 13 പ്ലസ് 12. 13 പ്ലസ് 12 ഇൻറ്റു എ മൈനസ് ബി. എ ആരാണ്? 13 മൈനസ് ബി 12. ഓക്കെ. ഇപ്പൊ ക്യു ആർ is equal to 13 പ്ലസ് 12 എത്രയാണ്? 25 എന്ന് കിട്ടും അല്ലെ? ഇൻറ്റു ഇടാൻ കാരണം ഇതും ഇത് ഇൻറ്റു ആണ്. ഇത് ഇൻറ്റു ഫോമിലാണ്. സോ ഇൻറ്റു എന്ന് കിട്ടും. 13 മൈനസ് 12 എന്ന് പറയുന്നത് 1 ആണ്. റൂട്ട്. അപ്പൊ 25 ഇൻറ്റു 1 25 is equal to 25ന്റെ റൂട്ട് 5 ആണ്. കാരണം 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് 5 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾ ഇനി ഈ 30ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് 12ന്റെ സ്ക്വയറും കണ്ടുപിടിച്ച് രണ്ടുകൂടെ മൈനസ് ചെയ്യുന്നതിനെക്കാട്ടി ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്പ്ലിറ്റ് ഫോം വെച്ച് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ക്യു ആറിന്റെ ലെങ്ത് എത്രയാണ്? 5. ഇവിടുത്തെ ക്യു ആർ ഏതാണ്? ഇതാണ് ക്യു ആർ. ഇവിടുത്തെ മെഷർമെന്റ് 5 സെന്റിമീറ്റർ. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എന്താണ് പറയുന്നത്? ടാൻ പി. ആദ്യം അറിയേണ്ടത് ടാൻ പി. ഈ ടാൻ പി നമുക്കറിയണം. ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ പിയുടെ ആണ്, ടാൻ പി ആണ്. അപ്പൊ പിയുടെ ഓപ്പോസിറ്റ് സൈഡ്, പി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ക്യു ആർ ബൈ പി അഡ്ജസന്റ് സൈഡ്. ടാൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് ആരുടെ അഡ്ജസന്റ് സൈഡ്? ഈ പിയുടെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ പി എന്ന് പറയുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. അത് പി ക്യു ഇസ് ഈക്വൽ ടു ക്യു ആറിന്റെ ലെങ്ത് എത്രയാണ്? 5. പി ക്യൂന്റെ ലെങ്ത് എത്രയാണ്? 12. അപ്പൊ 5/12 ആണ് ടാൻ പിയുടെ റേഷ്യോ. ഇനി നമുക്ക് അറിയേണ്ടത് കോട്ട് ആർ ആണ്. കോട്ട് ആർ എന്ന് പറയുന്നത് എന്താണ്? കോട്ട് എന്ന് പറയുന്നത് ടാന്റെ നേരെ തിരിച്ചുള്ളത്. ടാൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണെങ്കിൽ കോട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തിരിച്ചുള്ള അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതായത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കോട്ട് എന്ന് പറയുന്നത്. കോട്ട് ആർ. അപ്പൊ നമുക്ക് ആറിന്റെ ആണ് എടുക്കേണ്ടത്. കാരണം ഇവിടെ എന്താണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത്? 6. അപ്പൊ 6 എന്ന് പറയുന്ന ആംഗിളിന്റെ കോട്ട് വാല്യൂ. കോട്ട് എന്താണ്? 6ന്റെ അഡ്ജസന്റ്. ഈ 6ന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? ഈ ആംഗിളിന്റെ അടുത്ത് കിടക്കുന്ന ഈ സൈഡാണ് അഡ്ജസന്റ് സൈഡ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടൈനസ്.
So this side is an adjacent side of R divided by opposite side. ഈ ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് അത് ഇതാണ് അല്ലെ, നേരെ എതിരെ കിടക്കണം പി ക്യു. അപ്പൊ അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ കൊടുക്കാം. ക്യു ആർ ഇസ് ദ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി ക്യു ഫിസിക്കൽ ടു ക്യു ആറിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. പി ക്യുവിന്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടാൻ പിയുടെ വാല്യൂ കിട്ടി, കോട്ട് ആറിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടാൻ പി മൈനസ് കോട്ട് ആർ കണ്ടുപിടിക്കാം. ടാൻ പി മൈനസ് കോട്ട് ആർ ഇസിക്കൽ ടു ടാൻ പിയുടെ വാല്യൂ എത്രയാണ്? ടാൻ പി ഇസിക്കൽ ടു 5/12. 5/12 എഴുതി. അപ്പൊ ടാൻ പിയുടെ വാല്യൂ 5/12 എഴുതി. ഇനി എന്ത് എഴുതണം? മൈനസ് കോട്ട് ആറിന്റെ വാല്യൂ. കോട്ട് ആറിന്റെ വാല്യൂ എത്രയാണ്? 5/12 ഇസിക്കൽ ടു, അപ്പൊ സെയിം വാല്യൂ അല്ലെ. 5/12 മൈനസ് 5/12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 അല്ലെ. 5/12 നിന്ന് 5/12 മൈനസ് ചെയ്താൽ ബാലൻസ് ഉണ്ടോ? ഇല്ല, 0. അപ്പൊ നമ്മുടെ ഈ ടാൻ പി മൈനസ് കോട്ട് ആറിന്റെ വാല്യൂ ഇതാണ് 0. അപ്പൊ ഇവിടെ നോക്കേണ്ടത് നമ്മൾ ഒരു പൈതഗോറസ് അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക. ടാന്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. കോട്ടിന്റെ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ആ പറയുന്ന ആംഗിൾ, അതായത് പി എന്ന് പറയുന്ന ആംഗിൾ ആയതുകൊണ്ട് പിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇട്ട് കൊടുക്കുക. ആറാണ് ഇവിടെ പറയുന്നത് കൊണ്ട് ആ കോട്ടിന്റെ ഡെഫിനിഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ ആറിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഇട്ട് കൊടുക്കുക. പിന്നെന്താണ്, അത് ആ വാല്യൂകൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൈനസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കാം.